എന്റെ മക്കൾ ഉണ്ടാക്കിയത് സൂപ്പർ ആയിട്ടുണ്ട്. കാണുമ്പോഴേ നിങ്ങൾക്ക് ഇത് കൊതി വരുന്നില്ലേ ഗൈസ്? ഇതിനി നമുക്ക് പൊതിയാം. വീട്ടിലുണ്ടാക്കിയതാണ് ഗുലാബ് ജാമുൻ. ഇവർ ഇത് കഴിച്ച് നിർത്തുന്നില്ലല്ലോ. മത്തിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഹലോ ഗായ്സ്, ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ പുറത്താണ് എല്ലാം സ്റ്റൗ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത്. ചിക്കൻ റോസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ വീട്ടിലായതാണ് കറിവേപ്പില. നല്ല ഫ്രഷ്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, അവിടെ ഒന്നുണ്ട്. പിന്നെ വീട്ടിലായതിന്റെ പെപ്പർ ഉണ്ട്. എല്ലാം അമ്മ നട്ട് ഉണ്ടാക്കിയതാ. ബാക്ക്ഗ്രൗണ്ടിൽ അമ്മ ഇത് പറയുന്നുണ്ട്. നല്ല നോക്കിയ നല്ല ഫ്രഷ് കറിവേപ്പില. ഇത് നാടൻ സ്റ്റൈൽ ആയതുകൊണ്ട് എല്ലാം നമ്മള് പൗഡർ ചെയ്തിട്ടാണ് ഇടുന്നത്. മല്ലി പൊടിയല്ല, മല്ലി ഉണ്ടായിട്ടിടണം. അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, ഇത് എന്റെ റെസിപ്പി അല്ല കേട്ടോ. അപ്പൊ എല്ലാം അവൾക്ക് അറിയുള്ളൂ. അവൾ ഇടുന്ന ഞാൻ പറയാം. അപ്പൊ നെക്സ്റ്റ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പെരുംജീരകം. വലിയ ജീരകം, കറിവേപ്പില, കറിവേപ്പില, ഇത് ഇങ്ങനെ നമ്മളൊന്ന് നല്ല ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ഒരു ഗോൾഡൻ ബ്രൗൺ വരുന്നവരെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. വേറെ എന്തൊക്കെ ഡിഷസ് അറിയാം? ഇങ്ങനത്തെ നിങ്ങൾക്ക് ഡിഷസ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഇനി നമ്മള് വെറൈറ്റി ട്രൈ ചെയ്യും. റോസ്റ്റ് ആവണം നല്ല. ഇത് നല്ല റോസ്റ്റ് ആവണം കേട്ടോ. ഇത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ പൗഡർ ആക്കി എടുക്കണം. നമ്മളിപ്പോ ശുദ്ധമായ വെളിച്ചെണ്ണ ഇടുകയാണ്. ഇടുകയല്ല, ഒഴിക്കുക. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇങ്ങനെ. നെക്സ്റ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഷെഫിന് ഇനിയും നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ. നമ്മൾ 1 കിലോ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. അതിന്റെ അളവൊക്കെയാണ് നമ്മൾ ഇടുന്നത് ഇതിലേക്ക്. ഇത് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ്, ഒരു നാടൻ ടച്ച് കിട്ടാൻ നമ്മൾ ഇങ്ങനെ ചെയ്യും. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കും. കുറച്ച് കറിവേപ്പില ഇട്ടുന്നുണ്ട്. ഇതിലേക്ക് അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ ആവശ്യത്തിന് ഇട്ടോളൂ. ഇനി നമ്മള് ചിക്കന് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, സോൾട്ട് ഇട്ടിട്ട് നല്ല മാരിനേറ്റ് ചെയ്തിട്ട് 1 hour വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ ഇനി നെക്സ്റ്റ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിനി കറിയിലേക്ക് അതിനെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുള്ളൂ. നല്ല മണം വരുന്നുണ്ട് ഗൈസ് ഇപ്പൊ തന്നെ. ഇനി ഇത് കുറച്ച് അടച്ചു വെക്കണം. അപ്പൊ നമ്മള് ചിക്കനൊക്കെ അവിടെ വേവിക്കാൻ വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചുമ്മാ ഒന്ന് റിലാക്സ് ആവാൻ. നമ്മുടെ വീട്ടിലായ പപ്പായ നോക്കി. ഇവിടെ ഞങ്ങള് പക്ഷി ഒന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. വീട്ടിൽ തന്നെ ആയതാണ്. ഇത് നെല്ലിക്ക മരമാണ്.
അങ്ങോട്ട് നല്ല കുറെ ഗാർഡൻ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങോട്ടാണ് നമ്മൾ പൂച്ചെടിയൊക്കെ ഇട്ടിട്ടുള്ളത്. ഇങ്ങോട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിൽ കുറച്ചും കൂടെ ഉണ്ട്. ഇവിടെ ബാക്കില് ഇത് പെപ്പറാണ്. പിന്നെ ഇവിടെ മുട്ടപ്പഴം. ഇതാ മുട്ടപ്പഴം ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ടുണ്ട് മുട്ടപ്പഴം. ഇവിടെ ഇവിടുന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടോ? ഇവിടുന്ന് കാണുന്നുണ്ട്. അത് അവിടെ 2 എണ്ണം ഉണ്ട്. മുട്ടപ്പഴം കണ്ടുപിടിച്ചവർക്ക് 5 രൂപ. ഇവിടെ ഒരു ആളുണ്ട്. അമ്മ 5 മൂത്തോൾക്ക് കൊണ്ടുപോകാൻ കരുവേപ്പിൻ്റെ ഇല പറിക്കാണ്. ഇത് ഇങ്ങനത്തെ ഇളയ ഇല പറിച്ച് നമ്മള് ഈ ഫ്രിഡ്ജിൽ വെക്കുമ്പോണ്ടല്ലോ അതൊക്കെ നാശമായി ഇങ്ങനെ അഴിഞ്ഞിരിക്കും. അത് കാരണം ഇങ്ങനത്തെ മൂത്ത ഇല നോക്കിയിട്ട് ഇങ്ങനെ ഊരി എടുത്തിട്ട് കവറിലാക്കി ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം നിൽക്കും. കുറച്ച് താഴെ പോകണം. അതുകൊണ്ട് ഇങ്ങനെ ഊരി ഊരി എടുക്കുക മൂത്ത ഇല നോക്കി. ഇത് നോക്കി കഴിച്ച് ഞങ്ങളുടെ വീട്ടിലായ വാഴ. അവിടെ ചാമ്പക്ക മരം ഉണ്ട് അങ്ങോട്ട്. പിന്നെ ഇവിടെ പപ്പായ മരം ഉണ്ട്. ഇനി കുറച്ച് ഞങ്ങൾ ഫുൾ ബാക്കിൽ കുറച്ചുകൂടി നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഇനി ഇടാൻ പോവാണ്. നടാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ ഉടനെ കാണും. കുറച്ച് ഒരു തെങ്ങും ഒരു പ്ലാവും മാങ്ങയും ഒക്കെ നടണം ഇനി. ഇനി ഈ ചിക്കൻ വേവുന്ന വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. നല്ല മണം വരുന്നുണ്ട്. തിരിച്ചു കൊടുക്കണമെന്നോ ഇല്ലെങ്കിൽ അടി പിടിക്കും. നീർ കുടിക്കുമ്പോ ഇത് നല്ല ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി അടച്ചു വെക്കണം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം കുരുമുളകും പിന്നെ മല്ലി കറിവേപ്പിലൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായല്ലോ, അത് പൊടിച്ചതാണ്. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഇളക്കി നമ്മളെ കുറച്ചുകൂടി വേവാൻ വെക്കണം. ഉപ്പും സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓണിയൻ, ഇതിന് നല്ല കുറേ ഓണിയൻ വേണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഈ സമയത്താണ് നമ്മൾ ഓണിയൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ വേണം. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ടോ. ഇതിന്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം, അതാണ് ടേസ്റ്റ്. മല്ലിച്ചപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ നല്ല ഒന്ന് മിക്സ് ചെയ്യണം. തുണി പിടിച്ചു കാണുമ്പോഴേ ഒരു നല്ല രസമുണ്ട്. പഞ്ചിമത്ത മനസ്സിലാക്കാം. സത്യം നല്ല മണം വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി പൊതിച്ചോറ് റെഡിയാവും. കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി, ആ മസാല ഒന്ന് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഇത് നമ്മുടെ ഒരു സ്റ്റൈലിലാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു നാടൻ ടച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇത് ഒന്നുകൂടി അപ്പോൾ ഇത് ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. കഴിക്കാൻ നല്ല ഇനി ലെമൺ പിന്നെ കൊറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇപ്പോൾ സ്റ്റവ് ഓഫ് ആക്കി ഇങ്ങനത്തെ അപ്പോൾ സ്റ്റവ് ഓഫ് ആക്കി ഞങ്ങൾ സെറ്റാണ്, എല്ലാം റെഡിയായി. ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ കൊറിയൻഡർ ലീവ്സ് ഇങ്ങനെ നല്ല ഇങ്ങനെ ഇട്ട് കൊടുത്ത അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അക്ഷയ്ക്ക്. എല്ലാത്തിനും ടേസ്റ്റ് ചെയ്യുന്നത് അക്ഷയാണ്. നല്ല നല്ല കാണുമ്പോഴേ നിങ്ങൾക്ക് ഇത് കൊതി വരുന്നില്ലേ ഗൈസ്? ആഹാ, അങ്ങനെ അക്ഷയ് വരൂ. ഇനി അക്ഷയ് ടേസ്റ്റ് ചെയ്യാണ്. ചുമ്മി കഴിച്ചോ? അമ്മ കഴിക്കുമ്പോ പെപ്പർ അല്ല, ഇത് ചിക്കൻ റോസ്റ്റ്.
കൊള്ളാം. അമ്മ കഴിച്ചു. നാടൻ ടേസ്റ്റ്. അമ്മ വന്നു. എന്റെ മക്കൾ ഉണ്ടാക്കിയത് സൂപ്പർ ആയിട്ടുണ്ട്. കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പൊ ഗൈസ് കീപ് വാച്ചിങ്. ഇനി നമ്മൾ പൊതിച്ചോറാക്കാൻ പോണം. അടിപൊളി പൊതിച്ചോറ്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാണ്ട്, മീൻ വറുക്കാണ്ട്. ഇവർ ഇത് കഴിച്ച് നിർത്തുന്നില്ലല്ലോ. പൊരിക്കാണ്. മത്തി ഇതൊക്കെ കൂട്ടി നമ്മളിപ്പോ ഒരു അടിപൊളി പൊതിച്ചോറാക്കാൻ പോവാണ്. പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിട്ട് മക്കള് ഇല വാട്ടുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇത് അക്ഷയ്ക്ക്. ഇത് ഉപ്പേരി. നെക്സ്റ്റ് ചമ്മന്തി. അമ്മേന്റെ ആ ചമ്മന്തി നല്ല അടിപൊളിയായിട്ടോ. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓംലെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചത്. അതാ ഒരു മീൻ പൊരിച്ചത് ഇട്ടിട്ടുണ്ട്. 2 ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്. അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ സ്റ്റൈൽ മീൻ തേങ്ങ അരച്ച കറി കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് പൊതിയാം. കെട്ടി കൊടുക്കാം. ഒരു പൊതി റെഡി ആയിട്ടുണ്ട്. ഇത് അക്ഷയന്റെ പൊതിയാണ്. ഇങ്ങനെ നല്ല ഒന്ന് പൊതിഞ്ഞ് ഒരു അരമണിക്കൂർ നമ്മൾ വെക്കുന്നുണ്ട്. എന്നിട്ട് കഴിക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ അക്ഷയന്റെ പൊതി നമ്മൾ എഴുതി വെക്കാണ്. ഓരോരുത്തരുടെ മിസ്സാവരുത്. ഇതിന് നല്ലൊരു കൂട്ടുകറിയായിട്ട് മോറുകറി ഉണ്ട്. ഇത് നമ്മൾ അതിലേക്ക് ഇടുന്നില്ല. പിന്നെ നമ്മൾ എടുക്കും. നല്ല അടിപൊളി മോറുകറി. നല്ല വീട്ടിലുണ്ടാക്കിയതാണ് ഗുലാബ് ജാമുൻ. ഞാനൊക്കെ പൊതിച്ചായിട്ട് ഇത് എന്റെ ഇത് അമ്മ. ഇതാണ് അക്ഷയ്. തുറക്കാം. അടുത്ത കാണിക്കാം. അപ്പൊ അക്ഷയ് തുറക്കട്ടെ. ഒന്ന് വേഗം തുറക്ക. ഞാനെന്നെ തുറന്ന് കാണിച്ചു തരാം. ഓഹോ ഓ നല്ല രസമുണ്ട്. കഴിച്ചോ? ഞാൻ ഇതിൽ തന്നെ കുറച്ച് ടേസ്റ്റ് നോക്കാം. അടിപൊളി. ആ മീൻകറി കൂട്ടി. ഓ പണ്ട് സ്കൂളിൽ കൊണ്ടുപോകുന്ന പോലെ ഉണ്ട്. ഞാൻ ഇവിടെ തന്നെ കഴിക്കുകയാണ്. അടിപൊളിയാണ്. അപ്പൊ ഇതെല്ലാരും ഞങ്ങൾ കഴിക്കട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ. എല്ലാരും ബൈ പറയും. ബൈ. ബൈ.